എല്ലാവർക്കും ലോയൽ ബില്ലിയനർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് നോക്കാം. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ 2 ദിവസം പിന്നോക്കം പോയ നമ്മുടെ ഓഹരി വിപണി ഇന്ന് ഗംഭീര തിരിച്ചുവരവിലായിരുന്നു. പ്രതീക്ഷിച്ച സമ്മർദ്ദം എണ്ണവിലയിലും സ്വർണത്തിലും സംഭവിക്കാതിരുന്നതോടെ നിക്ഷേപകർ കൂടുതൽ സ്റ്റോക്കുകൾ വാങ്ങിച്ചു തുടങ്ങി. സെൻസെക്സ് ഇന്ന് 81,796.15 പോയിന്റിലെത്തി. 677.55 ഇന്നത്തെ നേട്ടം. നിഫ്റ്റി 50 227.90 ഉയർന്ന് 24,946.50 ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ഇൻഡെക്സുകളെല്ലാം നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. IT, റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽ സെക്ടറുകൾ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. വിപണി കൂടുതൽ സ്ഥിരത കാണിക്കുന്നതും ജൂൺ പാദത്തിൽ മെച്ചപ്പെട്ട സാമ്പത്തിക ക്രയവിക്രയത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നതെന്ന പ്രതീക്ഷയും ഇന്ന് മാർക്കറ്റിൽ കരുത്തായി. വലിയ സംഘർഷത്തിലും എണ്ണവില കാര്യമായി ഉയരാത്തതും ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ സമാധാനത്തിനായി ഇടപെടുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളും വിപണിക്ക് പോസിറ്റീവ് മനോഭാവം നൽകി. ഇനി ഇന്നത്തെ ഗെയിനേഴ്സും ലോസേഴ്സും നോക്കുകയാണെങ്കിൽ ഗെയിനേഴ്സിലെ സുപ്രീം ഇൻഡസ്ട്രീസ്, PA ഇൻഡസ്ട്രീസ്, KPIT ടെക്നോളജീസ് തുടങ്ങിയ ഓഹരികളാണ് കൂടുതൽ ഉയർന്നത്. ടോപ്പ് ലോസേഴ്സിലാണെങ്കിൽ മുന്നിലുള്ളത് ടാറ്റ മോട്ടോഴ്സാണ്. ടാറ്റ മോട്ടോഴ്സിന് കീഴിലുള്ള ബ്രിട്ടീഷ് ആഡംബര കാർ നിർമ്മാണ കമ്പനിയായ ജാഗ്വർ ലാൻഡ് റോവറിന്റെ ഈ സാമ്പത്തിക വർഷത്തെ പ്രകടനം പ്രതീക്ഷിച്ച നിലവാരത്തിൽ താഴെയാകുമെന്ന വിലയിരുത്തലാണ് തിരിച്ചടിയായത്. അദാനി പവർ ഓഹരികളും ഇന്ന് നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 1.33% നഷ്ടമുണ്ടായത്. ഇനി കേരള കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ മുത്തൂറ്റ് ഫിനാൻസിനും ഇന്ന് നേട്ടമായിരുന്നു. 1.32% ഉയർന്നാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതേസമയം മണപ്പുറം ഫിനാൻസ് 0.60% താഴ്ന്ന് താഴേക്ക് പോയി. വണ്ടർല ഹോളിഡേയ്സ്, വി-ഗാർഡ് ഇൻഡസ്ട്രീസ് എന്നീ ഓഹരികളും നേട്ടമുണ്ടാക്കി. ഇതുപോലെ ഡെയിലി പോസ്റ്റ് മാർക്കറ്റ് വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്